പശ്ചിമഘട്ട മലനിരകളിൽ ദേശാടന ശലഭങ്ങളുടെ പലായനം ആരംഭിച്ചു. തമിഴ്നാട് ചുരം വഴി ഹൈറേഞ്ചിൽ നിന്നും ലോ റേഞ്ചിലേക്കാണ് നിലവിൽ ദേശാടനം തുടരുന്നത്. ഇതോടുകൂടി ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ കൂട്ടമായി ആയിരക്കണക്കിന് ശലഭങ്ങൾ പറന്നിറങ്ങുന്ന മനോഹര കാഴ്ചയാണ് മനസ്സിനും കണ്ണിനും ആനന്ദം പകരുന്നത്. കമ്പം ചുരത്തിൽ നിന്നാണ് കേരള തമിഴ്നാട് അതിർത്തിയിലേക്ക് ഇപ്പോൾ ചിത്രശലഭങ്ങൾ പറന്നെത്തുന്നത്. പതിനായിരക്കണക്കിന് ശലഭങ്ങളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂട്ടമായും അല്ലാതെയും ഹൈറേഞ്ചിലെ ഓരോ ഗ്രാമങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂ ടൈഗർ, കോമൺ ക്രോ, പേൾ ടൈഗർ തുടങ്ങിയവയാണ് കൂട്ടത്തോടെ പറന്നെത്തുന്നത്. ഇതിൽ ഏറിയ പങ്കും ബ്ലൂ ടൈഗറാണ്. പരിസ്ഥിതി പ്രവർത്തകരും ഗവേഷകരും ചിത്രശലഭത്തെ നിരീക്ഷിച്ചു വരികയാണ്. തമിഴ്നാട്ടിൽ നിന്നാണ്, തമിഴ്നാട് പ്ലെയിൻസിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ മലമുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വളരെ ജൈവശാസ്ത്രപരമായി പ്രാധാന്യമുള്ള ഒരു സംഭവം എന്നുള്ള നിലയിലേക്ക് ഇതിന് നല്ല ഒരു ഗവേഷണ സാധ്യത ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിൻ്റെ ഒരു 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 സൗഹൃദം തേടി അന്യനാട്ടിൽ നിന്ന് ഈ ശലഭങ്ങൾ എത്തുന്നത് നമുക്ക് എന്തായാലും സന്തോഷകരമാണ്. പശ്ചിമഘട്ടത്തിൽ ഏകദേശം 44 തരം ചിത്രശലഭങ്ങൾ ഈ വിധം ദേശാടനം നടത്താറുണ്ട്. ഈ യാത്രക്കിടയിൽ അവ കൂട്ടത്തോടെ ചില മരങ്ങളിലും ചെടികളിലും വിശ്രമിക്കാറുണ്ട്. വീട്ടുമുറ്റത്തുള്ള ചെടികളിലും മരങ്ങളിലുമൊക്കെ ഇവ കൂട്ടത്തോടെ എത്തി വിശ്രമിക്കുന്നത് നാട്ടുകാർക്കും കൗതുക കാഴ്ചയാണ്. ഇത് കഴിഞ്ഞ ഒരാഴ്ച മുതലാണ് ശ്രദ്ധയപ്പെടാൻ തുടങ്ങിയത്. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. പിന്നെ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് ആ ഒരു പ്രത്യേക ഇനം സസ്യത്തിൽ മാത്രമാണ് ഇത് ഇരിക്കുന്നത്. രാവിലെ എണ്ണം കുറവായിരിക്കും. ഒരു 3:30 ഇതിൻ്റെ മാക്സിമം എണ്ണത്തിൽ വരികയും ഒരു 6 മണി 6:30 വരെ ഇവരോട് ഇങ്ങനെ കാണും. അതിനുശേഷം എണ്ണം കുറഞ്ഞായിട്ട് ഇവർ വേറെ പോയി ചേക്കേറുന്ന ഒരു ഇതിലാണ് കണ്ടിരിക്കുന്നത്. ഒരാഴ്ച കൂടി ഇവയുടെ പാലായനം തുടരുമെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്താണെങ്കിലും വസന്തകാലത്തിന്റെ വരവറിയിച്ച് ശലഭങ്ങൾ പറന്നിറങ്ങുമ്പോൾ നാടിനും നാട്ടുകാർക്കും പുത്തനുണർവാണ് ലഭിക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.